അപ്പോൾ നമ്മളെ ഏകദേശം എത്ര വർഷമായി നമ്മളെ ഈശല് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 4-5 വർഷങ്ങളോളമായിട്ടുള്ള നമ്മുടെ പ്ലാനിങ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ മൈമദ് റിയാസിനെയും നമ്മളെ റിയാസിക്കയെയും അതുപോലെ ഖത്തറിൽ താമസിക്കുന്ന പ്രവാസി ഖത്തറിലേക്ക് പോയിട്ടുള്ള ഫർസിനിക്കയെയും നമ്മൾ മിസ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം അറിയിക്കാം. ദാനിഷ് നമ്മളെ 2026 ഫസ്റ്റത്തെ ചാമ്പൽ 2026 ഫസ്റ്റ് ചാമ്പൽ ദാനിഷ് നമുക്ക് ബോസ് കുറച്ച് ഞാൻ എത്താന്ന് പറഞ്ഞു കേട്ടോ. അവർകൾ ഷെയ്ഖുനാക്ക് എന്താ പറയാനുള്ളത്? ഷെയ്ഖുന എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് വന്നതാണ്. വളരെ നല്ല സന്തോഷമുണ്ട്. അപ്പം എന്താണ് നമ്മളെ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ആശംസ നേർന്നുകൊണ്ട് നമ്മള് ഈ ട്രിപ്പ് അതിഗംഭീരമായി സ്റ്റാർട്ട് ചെയ്യണേ. കൂടാതെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ആളുകളെ മിസ്സായിട്ടുള്ള 2 പേര് റിയാസ് വണ്ടി മാറ്റി കൊടുക്കും. റിയാസ് അതുപോലെ തന്നെ ഫർസിന് ഇവരെല്ലാവരും നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എടുത്തോളാം. എന്നാ ശരി, ഓക്കെ. ഹലോ ചെക്ക്. അപ്പോൾ നമ്മളെ യാത്ര ഇവിടെ തുടങ്ങാണ്. അപ്പൊ എല്ലാരും ദ്വാരക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പം നമ്മൾ എന്തിനാ നമ്മളിവിടെ നിർത്തിയത്? എല്ലാടോ വേറെന്തോ കാറ്റടിക്കാൻ നിർത്തിയതാണ് ഗൈസ്. അപ്പം നമ്മളെ ട്രിപ്പ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ 8 ആളുണ്ട്. അതിൽ ദാനിഷ് നാട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. അവൻ ഇന്നലെ നമ്മളെ ചാമ്പ്യതാണ്. നമ്മളെ ട്രിപ്പ് വലിയൊരു ട്രിപ്പ്. ഇനി എന്നാലും ഇപ്പോഴും ട്രിപ്പ് വലുത് തന്നെയാണ്, പക്ഷെ സ്ഥലം ചെറുതായിട്ട് മാറ്റിയാണ്. സംസാരം എല്ലാരും മൃദുലമാക്കുക. ഓയ് കേറാ വണ്ടിയില്. ഓ അപ്പൊ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് ഇനിയിപ്പോ കേറല്ലേ? ഇല്ല എന്നാ ഞാൻ പോന്നാ പോക്കെ. ഒരു ഹായ് കാര്യങ്ങള് ഇവിടെ ഞങ്ങള് നമ്മളിവിടെ നിന്നാണ് ഇപ്പോൾ പച്ചക്കറി ഫ്രൂട്ട്സ് വാങ്ങി. വയനാടുക്കാ. ഞങ്ങള് കോഴിക്കോട് രാമനായിട്ട് വരാം. എന്നാ ശരി, ഓക്കെ. അപ്പോൾ കുറച്ച് ഫാൻസിനെ കിട്ടി. ചെങ്ങായി എന്താ പോവാത്ത? നാടെ വെച്ചിറങ്ങി നടക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി കുറച്ച് കഴിഞ്ഞാണ് യാത്രകൾ കാണാം. ഇനി യാത്രകളൊന്ന് നമ്മൾ ആസ്വദിക്കട്ടെ. ഓക്കെ, ജിമ്മിന് പോയി നമ്മളെ നെഹ്ദി മന്തി ക്യാമറ ആണേ പോരെ. നെഹ്ദി ഇവരെല്ലാവരുടെയും ആവശ്യപ്രകാരം ചെക്കന്മാരെ ഞാൻ നെഹ്ദിക്ക് കൊണ്ടുവന്നു. അതെ, പ്രവാസിയായ ഫാരിസിന് നെഹ്ദിയിൽ പോകണമെന്നൊരു ആഗ്രഹം. നെഹ്ദിയിലെ ഫുഡ് കഴിച്ചാലേ പള്ളയിലെത്തുള്ളൂ എന്നാ പറഞ്ഞു. ഒരു വണ്ടി ഇപ്പൊ ഇങ്ങാമ്പോൾ എവിടെ കഴിഞ്ഞിരിക്കണം, ഒരു ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഏതായാലും നോക്കിട്ടോടാ, അതിലിറങ്ങിക്കോ. എടാ മോനെ, ഒറ്റ പഴം, ഒരു ഓറഞ്ച് തന്നില്ല. ഓറഞ്ച് തന്നില്ല. ഓറഞ്ച് ചങ്ങായി മരം. ഒരു എൻട്രിക്ക് കാത്തിക്കാണ്. പോരുന്നില്ലേ? ദുബായിൽ ഇങ്ങനെയൊക്കെയാണ്, മെല്ലെ എൻട്രി ഒക്കെ എടുത്തിട്ട് വരും. അൻസിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അതുകൊണ്ട് ഓനും എൻട്രിക്ക് കാത്തിക്ക. ഇറങ്ങി പോരോ.
നമുക്ക് പിന്നെ സുഹൃത്തുക്കളെ മാറി മാറി നമുക്ക് പിന്നെ എൻട്രി ഒന്നുമില്ല. നമ്മള് പാവപ്പെട്ട ടീം. ഇത് പിന്നെ ഓൻ ദുബായി നിന്ന് വിചാരിച്ചിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന്. നമ്മ എറണാകുളത്തേക്ക് നന്നാണ്. ഒരു ദുബായ് കാക്കന്റെ ലുക്കിൽ വന്നിട്ടുണ്ട്. അതെ അതെ. ഏത് എനിക്കാ വലുതതി. എന്താടാ ഒരു ഫാമിലി ആയിട്ട് കഴിയില്ലേ? ഉണ്ടോ ഓന്റെ ക്യാമറ കണ്ടപ്പോ ഓന്റെ പോയി. ഹലോ മൈക്കൊക്കെ വേണോ? ഇത് അനസ് പറയുന്നത് ഇത് നിസ്കാര ഹാളാണെന്നാ അല്ലേ? കഴിക്കാനുള്ള സ്ഥലം അതാണ്. അതെ അതെ ശരിയാണ്. ഓക്കെ ഞാൻ ഷൂ കഴിച്ചു. അത് സോഫ ഒരു പസർമല്ലോ. എടാ അതന്നെ അവിടെ ആരില്ല എട്ടാണോ ഈ സ്ഥലം? ഫുഡ് കഴിക്കാൻ പോവാണ്. സവായക്കള്ളെ ഇപ്പോഴും കിട്ടിയില്ല. ഇപ്പോഴും ഓന്റെ വൈഫി ആയിട്ട് ഇവിടെ അല്ല ഇപ്പൊ റേഞ്ച് ഇല്ല മോളെ. മോനെ അവിടെ എത്തിയാ കൊട്ടയില് പോണ അന്റെ ആരൊക്കെ ചുരം കേറിയാല് ഫോൺ ഇട്ടിരിക്കല്ല. ചുരത്തുമ്പോ റേഞ്ച് ഇല്ലടാ മണ്ടനെ. അതും പറ്റൂല. അതൊന്നുമില്ല. ആരും വിളിക്കാൻ പറ്റൂല. അല്ല അനക്കും പറ്റൂല. എല്ലാരും എല്ലാരും ബാച്ചിലേഴ്സ്. അതൊന്നും കാര്യമില്ല. വയസ്സിൽ ഞാനാ മൂപ്പ്. വയസ്സിൽ മൂപ്പ് ഞാന്. അപ്പൊ ഞാൻ പറയണവര് അത്രയൊന്നുമില്ലല്ലോ. കുറച്ച് മാസങ്ങൾക്ക് 29 വയസ്സ് 27 സത്യം പറയും. നിക്കൊല്ലം 28 ഇൻഷാ അല്ലാഹ് അവസാനം. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് തരാം. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയത് ഇനി നേരെ ചുരം കയറാൻ പോവാണ്. നമ്മൾ ഒരു വണ്ടി ഇപ്പോഴും പോയിട്ടുണ്ട്. നമ്മളെ വണ്ടി നമ്മുടെ ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ശരി. തിരിവെച്ച് പെരിയാറിൻ തലയിട്ട് ചിരി തൂകും പെണ്ണിലെ വയനാട്. അതെ ഫാരിസ് നമുക്കിപ്പോൾ മുതലായി എന്നാ പറയുന്നത്. നീ തിരിച്ചു പോകണമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് സുഹൃത്തുക്കളെ പറയാനുള്ളത്? അതെ ഫാരിസ് പറയും. മൈക്കിന്നെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നോക്ക് ആരാണ് 2026 ഫസ്റ്റ് ചാമ്പൽ? എനിക്ക് 25 കിട്ടി പോയി. ദാനിഷ് എം കെ അല്ല നമ്മളെ സീന് വണ്ടി ഇട്ടാടേ. എടാ അതാ ഡോം ഞാൻപ്പ അതിനാ അങ്ങോട്ട് സൂമി. സീന് നെക്സ്റ്റ് നമ്മൾ അവിടെയാണ് പോകുന്നത്. ഡേ 1 ഫ്രെയിം അങ്ങനെ ഉണ്ട് അവിടെ സീനാ മുഫിയെ. ഇവിടുന്ന് എടുക്കല്ലേ ഫോട്ടോ? ഓ അടിപൊളി അല്ലേ? പൊളി സാധനം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇവിടെ എത്തി. നമ്മള് പുതിയ സീന് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇൻഷാല്ലാ ഇവിടുത്തെ വേറെ ട്രിപ്പിന്റെ ടീംസ് വന്നിട്ടുണ്ട്. എടാ എടാ ഞാൻ സ്ഥലം കാണിക്കാണ്. എടാ സ്ഥലം കാണിച്ചല്ലേ.
മച്ചിങ്ങ വീട് വീട് മച്ചിങ്ങ തരാം തരാം അത് അങ്ങോട്ട് എടുക്കണം ഒരുത്ത വീഡിയോ ഒക്കെ വേണ്ടി തിരിച്ചു വന്നു വീട്. അപ്പൊ നമ്മളെ ഇതാണ് നമ്മളെ സ്ഥലം. ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി. മോനെ വിഷയം ഇതല്ല നമ്മളെ ഇത് കോട്ടേജ്. അങ്ങനെ 2 റൂംസ് വരുന്നുണ്ട്. അനസിപ്പോഴും നാരങ്ങ നെയ്യില്ല ഏത് നല്ല വ്യൂ ആണ്. കുഴപ്പമില്ലാത്ത സ്ഥലം. ഏതടാ പൂള് വരുന്നത് മേലാണെന്ന് പറഞ്ഞു. ആ അവിടെ അടക്കാം മേലൊരു ആട് പോയിക്കല്ലേ വാ നമുക്ക് അവിടേക്ക് പോയൊക്കെ. വിഷയല്ലേ നല്ല ക്ലൈമറ്റ് കിട്ടോ. എന്താണ്ട എല്ലാരും സൈലന്റ് വാലി പോയാരി ഉറച്ചും പുളി ഉണ്ടാക്കിയതോ. റെയിമൊക്കെ അന്തസ്സായല്ലോ. എടുക്കല്ലേ സംഭവം സീനാട്ടാ. ലൈൻ കട്ട് ടെന്റ് ടെന്റ് കിടക്ക. അപ്പൊ നമ്മളിന്ന് കിടക്കാൻ പോണത് ടെന്റിലല്ലേ. പക്ഷെ അട്ട അങ്ങനത്തെ സീനൊന്നുമില്ലല്ലോ. പേടിയോ എനിക്കല്ല ചെക്കന്മാർക്ക് പേടി. എടാ ഓനെ കട്ടേ. മാഷാ അല്ലാ. അവിടെ ഇങ്ങോട്ട് നോക്കടാ. വേറെ സ്ഥലം കിട്ടില്ല. സെറ്റ് മൂഡ് സീനല്ലേ. ഇപ്പൊ കുറച്ച് ആശ്വാസമാണ്. അവസാനം കിട്ടിയതല്ലേ. നല്ല അത്യാവശ്യം അടിപൊളി പ്രോപ്പർട്ടി. വിഷയാട്ടോ. ഇത് പൈങ്ങോട്ടൂർക്ക് ഇറങ്ങി. ഇത് പുല്ലിപ്പറമ്പ്. ഒരു മനുഷ്യൻ ക്ലാസ് ഇവിടുന്ന് രാവിലെ മറ്റേ വീഡിയോ ആണ്. ആയിക്കോട്ടെ. മഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് രാവിലെ നിക്കില്ല നമ്മള്. സംഭവം അടിപൊളിയാട്ടാ. വേറെ എന്തിനാ അത് പറഞ്ഞപ്പോ തന്നെ എന്റെ മുഫിയ നമുക്ക് പൂള് കയറിയല്ലോ. പൂള് പോയേക്കാം. അല്ല അടുത്തതാ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പോയോക്കല്ലേ. അതിൽ 2 തിരിയുണ്ട്. അതെ ആട്ടാ യൂനോ കാർഡൊക്കെ എടുക്കേനി. തേങ്ങ അതൊക്കെ ജിന്നോട് ചോദിക്കണ്ടേ എങ്ങനെ കളിക്കല്. അപ്പൊ ഞാൻ പറഞ്ഞുതരും. കാർഡുണ്ടാ അല്ലാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുതരും. പൂളിവിടെ വെച്ചാനെ അവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ എന്നില്ല, മനസ്സ് ചെറുതായ മതി. അത്രേ ഉള്ളൂ. വരുമ്പോ കളിക്കാം. എവിടെതാ ഇവിടെ സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റില് സ്റ്റേജിലെ മോനെ കിതക്കുന്നു. സ്റ്റേജ് അല്ലടാ, സോറി, അത് പൂളിൻ്റെതാണ്. സ്റ്റേജല്ല അന്നല്ല പൂൾ. സ്റ്റേജ് റെഡി ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ല ബ്രെഡോ മറ്റേ എഗ്ഗും വാങ്ങാന്ന്, ഓംലെറ്റ് അടിക്കാന്ന് പറഞ്ഞില്ലേനു. ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഇല്ല. കുറച്ച് ബേസ് കുറയ്ക്കും. കുറച്ച് മുസമ്മ എന്റെ സൗണ്ട് അത് സംഭവം വിഷയം. ഇവിടെ മറ്റേ സാധനം അവനെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തിരിക്കൂലേ. കുറെ സാധനമൊക്കെ ഉണ്ട്. ഊഞ്ഞാലൊന്നും അടിയുന്നു.
എന്തുന്നാടാ അടുത്തതായിട്ട് റെയിമിന്റെ ഒരു പാട്ട്. പാട് പാട് പാട്. സ്റ്റേജിമ കയറി, അല്ല സ്റ്റേജിമ കയറി കയറി. ആ വരി വരി. ഓഡിയൻസ് ഓഡിയൻസ് യെസ് യെസ് വടക്കി. മകനെ പുന്മകനെ മുത്തായവേനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവേനെ കാലം കാത്തുവച്ചരക്ഷകരെ സമ്മാരകനായി വന്നവനെ മാറിപ്പോനി അന്നം വന്ന കുമ്പിട്ട് നിന്നെ ഈരും രാജാവക്ക് എല്ലാരും ചൊല്ലെ മീലാണ്ടി. അതേതാണ്ടി ഇല്ലുമിനാറ്റി. സീനാട്ട മക്കളെ. കുളം കൊറേ ഉണ്ട്, ഏരിയ ഉണ്ട്, ആഴുണ്ട്. എന്താണ് നമ്മളെ ഇതിനെ പറ്റി പറയാനുള്ളത്? സംഭവം എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തോടത്തേക്കല്ല വന്നത്. അതെ, പിന്നെ സ്ഥലം നമ്മളിത് പ്ലാൻ ചെയ്തതല്ല, സംഭവം ബുക്ക് ചെയ്തില്ലേ. ഇത് ഇവിടുന്ന് പകുതിക്കന്ന് നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് ഒരു 4-5 പ്രോപ്പർട്ടി നോക്കിയിട്ട് അവസാനം രണ്ടും കൽപ്പിച്ച് ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷെ നമ്മൾ വരുന്ന എൻട്രി മുതൽ കണ്ടപ്പോഴും അത്യാവശ്യം അടിപൊളി, മാഷാല്ലാ നൈസ് എന്ന് പറഞ്ഞാൽ പോലെ അത്ര അടിപൊളിയായിരുന്നു. എത്ര പ്രോപ്പർട്ടീസ് അവിടെ ഉള്ളത്. നമുക്കിപ്പോൾ ഒരു റൂമും ഒരു കോട്ടേജൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു രണ്ടും നമുക്ക് വേണം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെന്റിൻ്റെതുണ്ട്, ഏറ്റവും ഹിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ലേ, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇനിയിപ്പോൾ ബാക്കി ഇനിയിപ്പോൾ പൂളിൽ ഇറങ്ങിയിട്ട് ബാക്കി നോക്കാം. അത് എത്ര ആയുണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊന്ന് ഇറങ്ങിക്കാം, എത്ര ആയുണ്ട് നോക്കിയാലോ. ഷൂ വെച്ചോ, കണ്ടന്റ് ഇട്ടു. എത്ര? അത്രേ ഉള്ളൂ. അൻസാറിനെ നോക്കി തരായിരുന്നു ഷൂ വെച്ചിട്ട്. നമ്മള് നിസ്കരിച്ചിട്ട് പൂളിൽ ഇറങ്ങല്ലേ. വെയിലൊന്നും ആറിക്കോട്ടാ, നിസ്കരിച്ചിട്ട് ഇറങ്ങല്ലേ. സമയമുണ്ട്. വന്ന തന്നെ അറിയില്ല, ഇടക്ക് വന്ന് ഫോണൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും. നമ്മളെ വ്ളോഗ് എടുക്കുന്ന ഫോണല്ലാണ്ട്. എടിയോ മക്കളെ, അമ്മക്കുള്ള സ്ഥലം എത്തീന. നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഇവിടുന്ന് കേറി കേറി ഇതൊക്കെ താങ്ങി വെക്കില്ലേ. ഇറങ്ങട്ടെ. കാക്ക കഷ്ടം. ഞാൻ കേറി. നമ്മളെ മുഫീദിന്റെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതെ അതെ, എന്താടോ അതന്നെ. അതാരാ മഹാനത? അത് സീനാണ്. സീനല്ലേ? ഹെൽത്തി മെന്റലി ഫിസിക്കലി ഇഷ്യൂ ഉണ്ടാവും. രണ്ട് കല്യാണം പെണ്ണ് സെറ്റായ രണ്ടെണ്ണം എന്താ ചെയ്യാ. അനസ് പൊന്തിക്കണേ. ഇവലെ രണ്ടാള് ഇമ്മ പറഞ്ഞ എന്താ വെച്ചാല്, കുട്ടിപ്രായം നിങ്ങളെ കുട്ടിക്കളി മാറണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചാൽ അങ്ങനെ കഴിച്ചതപ്പത്. എന്ത് കാര്യം, രണ്ടാള് പെണ്ണിട്ട ആളാ. ഇതാണ് ഞാൻ കഴിക്കാത്ത. അതെ, അനസേ ആരാ ഏറ്റവും വെയിറ്റ് ആരോക്കട്ടെ? ആരാ നോക്കട്ടെ, ബാലൻസ് ചെയ്യും. എടാ ഇത് സീനാ, ഇത് പൊട്ടിയില്ലേ? ഇത് പൊളി സാധനാ, ഇത് പൊട്ടിയതാ. പൊട്ടി. ഇതിപ്പോ എങ്ങനെ ആടാൻ ചെയ്യൂ? ഇതൊക്കെ അടി നിലത്തുത്തിണ്ടോ? ഇല്ല ആടാൻ കഴിയും. ആടി വെക്കാം നമുക്ക്. വരി അല്ല പഠിച്ചോനെ കുട്ടിയൻസാ ഇത് പോയിട്ടോ. അടി തട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലടോ. എടാ അങ്ങനെ ആട്ടല്ലേ, ഇതൊക്കെ ഉറപ്പുണ്ടെന്ന് അറിയില്ല. കളിക്കല്ലേ എടാ, പോയിന്
ഇത് പൊട്ടിയാണ്. ടെന്റില്ലേ പറഞ്ഞിട്ടാണ് ഇവര് കെട്ടല്. ന്യൂ ഇയർ ഇവിടെ ഓൾറെഡി കെട്ടി 8 ടെന്റ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ടെന്റ് കയറാന്ന് പറഞ്ഞു. ഓ 2 റൂമുണ്ട്, 8 ടെന്റ് ഉണ്ട്. ആ ഒരു കുറച്ചേരം നമുക്ക് സ്വിമ്മിംഗ് പൂള് അൺലിമിറ്റഡ്, ഒരു ലിമിറ്റ് ഇല്ല. അത് പോരളിയാ. ഫാമിലി ഒരു ഓഡിയൻസ് ഉണ്ട് കുറച്ച്. 4-5 എത്ര ആൾക്കാർ വേറെ ഫാമിലി കൂടെ എത്തിക്കണോ? വരുമോ? ആരാ വരുന്നേ? നാട്ടിലത്തെ കമ്പനിക്കാർ ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിയറാ വിചാരിച്ചിട്ട്. വേണ്ട 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 നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കിട്ടും. അതെ അതെ അതെ. അത് കിട്ടണമെങ്കിലേ സംഗതി എന്താ അറിയോ, ഫാമിലി ഒക്കെ വരുമ്പോ മുഫിന് സങ്കടം കാണാം. എടാ ഞമ്മക്കത് സങ്കടാ. ഫാമിലി എന്ന് പറഞ്ഞാല് നോക്കിയിട്ട് പറയും. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. എനിക്ക് ഫാമിലി ആയിട്ട് കാരണം എനിക്ക് വേണം. അതിന് പഠിച്ചൊരു സമയം കണ്ടിട്ടുണ്ടാവും. അതറിയോ സംഭവം എന്താ വെച്ചാല് ഇത് നമുക്കൊരു ഉറപ്പില്ല. അത് ഉറപ്പുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്കൊന്ന് പേടിയില്ല. എന്താണ് പേടിക്കണമെങ്കിലും വിവരമാണ്. അതൊക്കെ എന്തിനാ വന്നതെന്ന് പോലും അറിയാം. കണ്ണാടിട്ട് സൗണ്ട് കേൾക്കും. നീന്താ അറിയോ? നമുക്ക് നീന്താ അറിയോ? അസർ നിസ്കരിക്ക നിർത്തിക്കൊണ്ടോ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്താൻ ചമ്മണ്ടേ? നമ്മള് അസർ നിസ്കരിക്കുക. എന്റെ മോനെ ഒരു മുസല്ല എടുക്കേ. ഞാനും മറന്നു. അസർ നിസ്കരിക്കുക, നേരെ വന്ന് പൊള്ളി ചാടുക. സെറ്റ്. അപ്പൊ നമ്മള് ഏതായാലും എടാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടാ ഇതൊക്കെ പറഞ്ഞാല് അപ്പൊ നമ്മളേതായാലും പോവാറിന് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മള് വ്ളോഗ് തുടരുന്നതാണ്. ഓക്കെ, യാ സെറ്റ്. അപ്പം നമ്മൾ ഫുൾ മാറ്റി ഫുൾ സെറ്റായി. നമ്മളൊരു റീൽ ഇറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എല്ലാം പാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൂളിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ നമ്മൾ ചെയ്തത്. ഇതാ അവിടെ എല്ലാവരും സെറ്റായിന് പാടാനുള്ളൊരു ഇതിലാണ്. എന്താ ഫുൾ ക്യാമറ ഒക്കെ സെറ്റാണ്, മൈക്ക് സെറ്റാണ്. ഇടല്ലേ? യെസ്, അതെ. മക്കളെ നമ്മളാ പാട്ടില് കേൾക്കാം. കിളികളുടെ കളകളാരവും നമ്മുടെ മധുരമാർന്ന. അപ്പൊ നമ്മളെ പേജ് ഫോളോ ചെയ്യാം. ഇഷൽ ചേലേമ്പ്രാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ടോളി. ഓക്കെ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാതി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാതി മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാതി രാജാതി. അപ്പം സുഹൃത്തുക്കളെ നമ്മള് ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്ത് ഇനി അടുത്ത് വേറൊരു പ്ലേസ് നിന്നാക്കാൻ പോവാണ്. പോരി 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 പോരി. ക്യാമറമാൻ ഫാരിസ് റഹിമാൻ ഫാരിസ്. എൻ പെണ്ണല്ലേ സീന
അടിപൊളിയാവൂല്ലേ? നോട്ടെ, അയ്യോ അടിപൊളി. ഷാറല്ലേ, അടിപൊളി. ഏതാ സീന്? അതാണ് വെള്ളാട്ടപ്പോക്കര. അത് കേറിട്ടാ. ഓ മുഫീദിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടാ. സീനാണ് മുഫീദിന്റെ ആറ്റിറ്റ്യൂഡ്. ഓ മുസമിലൊക്കെ ഏതാ മോനെ സീന്. മുഫീദൊക്കെയാ മണ്ടനയക്കണ്. അസിലൊക്കെയാ ചിച്ചിലാക്കി. ആ റംലാത്ത റംല സെറ്റാവൂലേ? ഇപ്പൊ പാടാം, അടിപൊളിയാവും സംഭവം. കാര്യായിട്ട് പൂളിൽ ചാടാൻ വന്ന ഏതാ സീന്? ഓ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അടിപൊളിയാണ്, അടിപൊളി ഫുഡൊക്കെയാണെന്ന് പറഞ്ഞു കേട്ട്. അടിപൊളിയാവുമായിരിക്കും. നമുക്ക് ഏതായാലും പിള്ളേർ ചെക്കന്മാരൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ശീലല്ലേ? അപ്പം നമ്മള് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ ബൈ. ഇവിടെ കുറച്ച് പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാടണം. അതെ, വേദന. കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഫാമിലീസാണ്. അപ്പോൾ ഓരോരോ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും നമുക്കൊന്ന് പാടണം ഇൻഷാ വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടു, അവരുടെ സുന്ദരമായ കൺകോട് സുബർവും കണ്ടേ. ഇവിടെ പാട്ട് പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ്. അപ്പോൾ ഫുൾ അടിപൊളി സാധനങ്ങളാണ്. കുറെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഖപ്പത്തിൽ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുറുക്കിയ പൂമോളെ.
നമ്മളിവിടെ വന്നതിൽ ഏറ്റവും നല്ല സന്തോഷത്തോടെയാണ് ഈ ദിവസം കഴിഞ്ഞപ്പെടുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല കമ്പനി കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല പരിപാടികളിലും പങ്കെടുത്തതാണ്. ദുബൈയിൽ പല സ്റ്റേജുകളും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുപോലെ മസ്കത്തില്, സലാല, പല പരിപാടികൾ, അതുപോലെ നാടുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നാട്ടിൽ പങ്കെടുത്തത് റിമേ ടോമിന്റെ പരിപാടിയായിരുന്നു. അന്ന് ഇത്ര എൻജോയ് കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് അന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് ഒളിഞ്ഞൊന്ന് നോക്കേണ്ടി വന്നു. സ്റ്റേജിന്റെ അടുത്ത് നിന്ന് നോക്കാൻ പറ്റും. അതായത് നമ്മുടെ അവസ്ഥ. എന്നിരുന്നാലും ഈ രാമനാട്ടുകര ടീമുമായിട്ട് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഫുൾ സീൻസ് ആണ്, അതൊക്കെ കണ്ടിട്ട് വരും. ഓക്കെ, അസ്സലാമലൈക്കും ഗൈസ്. വലൈക്കും സലാം. പിന്നെ ഇന്നലെ നൈറ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അറിഞ്ഞില്ല. നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്ന്. എല്ലാവരും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കരുത്. പക്ഷെ അത്രയും എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. അതിൽ ലാസ്റ്റ് നമ്മൾ കളിച്ച ഗെയിം ഇൻഷാല്ലാ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് സൈറ്റ് സീയിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ എണ്ണം അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ റീലെടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം. സോ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇന്നലത്തെ മെയിൻ കണ്ടസ്റ്റൻറ്റ്. അതിന് പേരെന്തിനാടാ? നിഹാൽ ഇവിടെ ഉണ്ട്. നിഹാൽ, ഈ തണുത്ത വളയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പൂളിൽ പോയി കുളിക്കാം നമുക്ക്. നേടകി നമ്മളിപ്പോൾ പൂളിൽ പോയി കുളിക്കൻ്റെ മോനെ. പൂളിൽ നിന്നല്ല നമ്മൾ ഇറങ്ങിയ സാധാരണ സീന്.
ഞാൻ മുകളിലിറങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ കയറിയിരിക്കുന്നു. ഈ കുറേ നീലേ ഭയങ്കര നല്ല തണുപ്പാണ്. വയനാട്ടിൽ തണുപ്പില്ലാന്ന് ഇനി ഫാരിസ് ഇപ്പോൾ ഇന്ന് ഒരാഴ്ച മുന്നേ എന്നാ പോയി 2 ദിവസം മുന്നേ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഓനെ പറഞ്ഞത് തണുപ്പില്ലാന്ന്. ഇവിടെ തണുപ്പൊന്നുമില്ല, ജാക്കറ്റ് ഒന്നും എടുക്കണ്ട. പക്ഷെ എന്തൊരു ഭാഗ്യത്തെ ജാക്കറ്റ് എടുത്തുകൊണ്ട് കഴിച്ചില്ലേ. പക്ഷെ ഇന്നലെ രാത്രിക്കത്തെ മോനെ നമ്മൾ ടെൻറ്റിൽ വന്ന് ഈ വന്നില്ല. ഞാനും അനസും ടെൻറ്റിക്ക് വന്നിരുന്നു. മാഷാഅല്ലാ അടിപൊളി, എന്ത് രസനു. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. കോടമൂടിയ ക്ലൈമറ്റിൽ മുസമ്മിൽ ഇല്ലാത്ത കാമുകിയെ ആലോചിച്ച് സങ്കടപ്പെടുന്നു. അങ്ങനെ ആരും ഡിപ്രഷനിലേക്ക് പോകാൻ നമ്മൾ വിടൂല. ഇത് നന്നായി ഇതൊക്കെ നമ്മളൊരു മുന്നേ ഗൈസ് ഒരു റീൽ എടുക്കാനുണ്ട്. അതായത് സിമ്പിൾ റീലാണ്. ഓനൊരു ആഗ്രഹമല്ലേ, ചെറിയ റീൽ. അത് കഴിഞ്ഞിട്ട് പോരാ. പോവാ. അപ്പോൾ ഇവിടുത്തെ സൈറ്റ് സീയും കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ എല്ലാം അതാ അടക്കുന്നു. എൻ്റെ അന്ന് നീച്ചിട്ടല്ലേ ഉള്ളൂ, നടക്കാനുണ്ട്. ഇപ്പോൾ ട്രക്കിങ് ഇവിടെ ട്രക്കിങ് അല്ല, നമ്മളേതായിട്ടുള്ള ഈ ചെക്കന്മാരില്ലേ ഇവരെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എന്തായാലും അത്രേ ഉള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരില്ല, അപ്പോൾ തന്നെ ഇവൻ കയറിയതാ. ദാനിഷേ അനക്ക് എന്താണ് പറയാനുള്ളത്? എന്താ എന്തെങ്കിലുമൊക്കെ പറയും. രാവിലെ തന്നെ പോയിട്ട് കുളിച്ചാലോ? അത് നല്ലതാ. ഈ ഒറ്റ കുളിച്ചു ഞാനില്ല. ഇജിണ്ടോ? അതന്നെ ഞാനും പറഞ്ഞു. എന്താ ഈ തണുപ്പത്ത് അല്ല എങ്ങോട്ടാണ് ചാമ്പി ഗൈസ്. അവനെ ട്രക്കിങ്ങിന് പറഞ്ഞിട്ടോ അതാ നിങ്ങൾ ട്രക്കിങ് ആയിക്കോളെ, നമ്മള് പൂള് പോവാറുണ്ട്. എത്താ പോയി ട്രക്കിങ്ങിനൊക്കെ മൂടാക്കിയിട്ട് ഓനാണ് കേട്ടോ. അവൻ്റെ പേരെന്തേനി? നിഹാല് പറ്റിച്ച്. ഓനെന്തേനി നമുക്ക് ആ മല കയറാ. ഇപ്പൊ ഈ ചെറിയ കയറ്റം നോക്കല്ലേ ചാടിയിട്ട് നമുക്ക് വളരെ മോശമായൊരു ചെക്കൻ വരെ പറയുന്നു. അല്ല മോൾക്ക് ഫിൽറ്ററിങ് ഒന്നും ആണല്ലോ. ഈ ഏട്ടാ അതെന്താടാ എല്ലാരും പോണേ? എല്ലാരും ചാമ്പിട്ടാ നമ്മള് പോണാ? അപ്പൊ നമ്മള് ഏതോ വഴി കൂടെ പണ്ടാരോ എന്തൊക്കെ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു. അങ്ങോട്ട് പോയി. അതെ, എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല. അങ്ങനെ പോകുന്നുണ്ട്. കൊറേ ആട് നടന്നിക്കുന്നുണ്ടാ. ഇവിടെ കൊറേ നേരം ഈ വാവാക്കുന്നു, എന്നെ കാണുന്നില്ല. ഇത് കൊറേ നേരം വിഷയം അറിയുന്നു. നല്ലതാ. അങ്ങോട്ട് പോയില്ല. എടാ വൈകിട്ട് തിരിച്ച് അങ്ങനെ ഇത് മറ്റേ ഏതോ മൂപ്പനെ ഇരിക്കുന്ന അതിലാണ് ശരിക്കുള്ള വഴി. ഇരുന്നതാണ്, വീണതല്ല എന്ന് പറയാൻ പറഞ്ഞു. അതെ, ഫോട്ടോ എടുത്താണ് ഞാൻ ദൂരീണ്. ആസ്വദിച്ചിരിക്കണ മാതിരി ഇരിക്കണ മൂട്ടല്ല വെറുതെ ഉഷാറായി അങ്ങോട്ട് തിരി അടിക്കാം. ഇരുന്നാണെന്നുണ്ടാവില്ല, എല്ലാ ഡൗട്ട് ഉണ്ടാവില്ല.
അതെ അപ്പൊ നമ്മള് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വരികയാണ് ഗൈസ്. പക്ഷെ അവിടേക്ക് കയറാൻ പറ്റൂല, അവിടെ ജണ്ട ഉണ്ട്. ഫോറസ്റ്റ് ബോർഡർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറുന്നത് നമ്മൾ കേറിയില്ല. ശിക്ഷാർഹമാണ്. അതെ അതെ അതെ. പോകാൻ പാടില്ല. നിയമത്തിനെതിരായി പ്രവർത്തിക്കാത്ത യുവ കുലീനരായതുകൊണ്ട് റിസോർട്ടിന്റെ നടത്തിപ്പേർക്ക് അവരോട് ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അനുമതിയില്ല. സോ അവിടെ ജണ്ടല്ലേ, ജണ്ട ഇതിന്റെ മുന്നേ ഫോറസ്റ്റ് ബോർഡർ ഇതിന് മുന്നേ ഞാൻ മറ്റേ ഇവിടെ മുത്തങ്ങ ഫോറസ്റ്റിൽ ഒരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അത് പറഞ്ഞു തന്നത്. ജണ്ട ക്രോസ് ചെയ്താൽ അത് കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ. അതെ അതെ. അന്നത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കയറി ഉണ്ടാവും. നമ്മളിപ്പോ അത് അറിയുന്നോണ്ട് നമ്മൾ കേറിയിട്ടില്ല. ഇത് നമ്മൾ മോട്ടു പട്ലുവിന്റെ വെർഷൻ അടുക്ക് അതാ ഒപ്പത്. അതാ മോട്ടൂക്കി പട്ടിലൂക്കി ദാനി. തണുപ്പില്ല എന്നാ എന്നെ വിളിച്ച. എനിക്ക് തണുപ്പ് വേണം. നമുക്ക് തണുപ്പ് നമുക്ക് ഇങ്ങനെ ഐസ് കട്ടാവണം. ഐസ് ബാത്ത്. ഞാനും ക്രിസ്ത്യാനൊക്കെ ഒരേ വേവാ. ഏത് മോനെ ഞാനാ? ഹാ നമ്മക്കെന്ത് ചെക്കന്മാർ ശരിയില്ല മക്കളെ. ഇവര് അത് കാണിച്ചാ ഓൻ ഭയങ്കര കുരുത്തക്കേട് കേട്ടോ. ഇങ്ങനത്തെ ചെക്കന്മാരൊന്നും ഇവിടെ എന്താ വിലക്കെ കഥ. നമ്മളാ പഴയ 90s കിഡ്സിന്റെ ആ ഒരു വൈബൊന്നും വിൽക്കില്ല. ഒന്ന് നോക്കണോക്കിയാ. എടാ എന്താ ഇന്നെ പോടാന്നൊക്കെ വിളിച്ച് ഞാൻ ഇറങ്ങട്ടെ. വെറുതെ ചോദിച്ചു കഴിഞ്ഞു. യെസ്, മാഷിന്റെ മാസ്മരികമായ കയറ്റം. ഇറങ്ങാൻ സുഖ. ഓറാങ്കുട്ടൻ എന്തിന്റെ കുഞ്ഞാ നീ എന്തിന്റെ കുഞ്ഞാ? സെൻസറൊക്കെ നമുക്ക് അതിലിരിക്കാം കുറച്ചേരം. അതെ. സാഹസികമായ മുസമിൽ സാറിന്റെ ഏതാ മോനെ ഇതൊക്കെ? ഏതാ മുഫിയ ഡാൻസ്? മൂടേ അത് ഇരുമ്പുണ്ടോ? പക്ഷെ എന്താ വെച്ചാല് ഓന്റെ ജീൻസ് ആരാ കാണാൻ നോക്ക. നേരല്ലേ ഇട്ടില്ലേ? എത്താം ഇടല്ലേ? ഒപ്പം കാലെടുക്കാം. ഞാൻ 53. 60 ഇല്ല. നല്ല അടിയല്ലേ, ശരീരം ഒന്നും കാണില്ല. പൊന്തില്ല. ഓയ് 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 പൊന്തണില്ലല്ലോ മച്ചാനെ. കേട്ട് എണീക്ക്. പ്രശ്നം പ്രോബ്ലം? ഏയ് ഒന്നുമില്ല. പ്ലീസ് പോർന്ന്. ഓ
അപ്പം ഇന്നത്തെ മതിയില്ലേ മുഫിയ? ഇന്നത്തേക്കുള്ളതായി. ഇന്നത്തെ അല്ല 2 ദിവസത്തെ വ്ളോഗ് അത്. നല്ല ലെങ്ത് ഉണ്ടാവും. അതെ. അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ് ഗൈസ്. അപ്പം വിത്ത് ലവ്. അപ്പം എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കുക അല്ലേ? ബൈ ഇഷൽ ചലാമ്പ്ര. അതെ, ബൈ.